Praise the Lord. Thank you, CB brother. ഇതൊരു ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു മീറ്റിംഗ് ആയതുകൊണ്ട് ദേവദാസി സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഓർപ്പിച്ച ഒരു അനുഭവം ഞാൻ പങ്കുവയ്ക്കുവാൻ താല്പര്യപ്പെടുന്നു. നമ്മൾ ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവരായിരിക്കണം എന്ന് പറയുമ്പോൾ തന്നെ കഴിഞ്ഞ ചില മാസങ്ങൾ മുന്നേ എൻ്റെ വൈഫ് ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഏകദേശം 7-8 പെന്തക്കോസ്ത് സഹോദരിമാർ പല ഡിപ്പാർട്ട്മെൻറ്റ്സിലായിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഏകദേശം 3-4 വർഷമായി വർക്ക് ചെയ്യുന്ന ഈ ഹോസ്പിറ്റലിൽ എല്ലാവരും വിശ്വാസികളാണെങ്കിലും പേരുണ്ടെങ്കിലും ശക്തമായി കർത്താവിനെ ആരാധിക്കുന്ന, ചർച്ചിൽ വരുമ്പോൾ അന്യഭാഷയിൽ ആരാധിച്ച് ശക്തമായി നിൽക്കുന്ന സഹോദരിമാരായതല്ല. അതിലേകദേശം 2-3 സഹോദരിമാർ കൂടുള്ള വൈഫിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെയുള്ള ഒരു സഹോദരി അവരുടെ എന്താ പറഞ്ഞ ചർച്ചിലുള്ളതും ഇല്ലെങ്കിൽ വിശ്വാസികളോടുള്ള ബന്ധത്തിൽ അവർ ഇൻട്രാക്ട് ചെയ്യുന്ന പോലല്ല അവിശ്വാസികളുടെ അടുത്ത്. കാരണം ഒരു വിഷയം വരുമ്പോൾ, ഇവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു വിഷയം വരുമ്പോൾ ആ ഒരു വിഷയത്തെ ഈ സഹോദരി ഹാൻഡിൽ ചെയ്യുന്നത് വളരെ റൂഡായിട്ട് അവർ ആ ഒരു വ്യക്തിയോട്, അവിശ്വാസിയോട് ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ ആ അവിശ്വാസി വ്യക്തി വൈഫിൻ്റെ അടുത്ത് ചോദിക്കും, ഇവരും പെന്തക്കോസുകാരാണോ എന്ന് ചോദിക്കും. പെന്തക്കോസുകാരെ ഇവർ പ്രാർത്ഥിക്കുന്നവരായിട്ട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? അതുപോലെ തന്നെ വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഇതുപോലെ ഒരു സഹോദരി, അവരും സെയിം ചർച്ചിൽ കൊയറിലുണ്ട്, പാട്ട്, പ്രാർത്ഥന എല്ലാം ഉണ്ടെങ്കിലും അവരുടെ പ്രാക്ടിക്കൽ ലൈഫ് വരുമ്പോൾ, പ്രാക്ടിക്കൽ ലൈഫിനെ ഞാൻ ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നത്. പ്രാക്ടിക്കൽ ലൈഫ് വരുമ്പോൾ അവിടെ കർത്താവിനെ അറിയാത്ത ഒരു അവിശ്വാസി ഈ വ്യക്തി മൂലം ഒരു പ്രാവശ്യം കർത്താവിനെ കേട്ടാൽ പോലും പറയും, ഈ വ്യക്തി ഇങ്ങനെ പെന്തക്കോസുകാരി ആയിരുന്ന ഈ വ്യക്തിയുടെ സ്വഭാവം ഇങ്ങനെയാണെങ്കിൽ, നിങ്ങളുടെ കൂട്ടത്തിലുള്ളവർ തന്നെ ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ സ്വഭാവം അവരിൽ നിന്ന് പുറത്തു വരുന്നത്? ഇല്ലെങ്കിൽ അവർ ക്രിസ്തുവിനെ എങ്ങനെ അറിയാൻ കഴിയുന്നത്? ദേവദാസി ഓർപ്പിച്ച വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സാണ്, വളരെ ശക്തമായ പോയിൻറ്റ്സാണ്. നമ്മുടെ എല്ലാ ജീവിതത്തിലും നമ്മളെ വിശുദ്ധിയോടുകൂടി കാക്കുന്നതോടൊപ്പം തന്നെ നമ്മളുടെ ഈച്ച് ആൻഡ് എവരി നമ്മുടെ പ്രവർത്തികളിലൂടെയും, നമ്മുടെ ചെറിയ സംസാരം, ചിലപ്പോൾ അവരുമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മളുടെ ആ വാക്കുകൾ യേശുവിനെ അറിയുന്നതിൽ നിന്ന് ആ വ്യക്തിയെ മാറ്റിക്കളയുന്ന അനുഭവം ഉണ്ടെങ്കിൽ, നമ്മളുടെ വാക്കുകൾ പോലും എത്ര കെയർഫുള്ളായിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യണം. നമ്മുടെ വർക്ക് പ്ലേസിലും എവിടെയായിരുന്നാലും നമ്മളിലൂടെ യേശുവിനെ അറിയേണ്ട ഒരു അവിശ്വാസി യേശുവിലേക്ക് ഒരിക്കലും വരാത്ത രീതിയിലുള്ള ഒരു വാക്ക് നമ്മളുടെ നാവിൽ നിന്ന് വരുവാനോ നമ്മുടെ പ്രവൃത്തി കൊണ്ടോ അങ്ങനെ ആകുവാൻ ദൈവമക്കളായ നമ്മളിൽ നിന്ന് അങ്ങനെ വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ ഇപ്രകാരം എന്തെങ്കിലും വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ദൈവദാസി വളരെ വ്യക്തമായി ദൈവവചനത്തിൽ സംസാരിച്ചിരിക്കുക. ഞാൻ കഴിഞ്ഞ മീറ്റിങ്ങുകളും അറ്റൻഡ് ചെയ്തപ്പോൾ വളരെ നമ്മുടെ ക്രൈസ്റ്റ് ലൈക്നെസ്, ക്രിസ്തുവിനെ പോലെ 100% ആയിത്തീരാൻ നമ്മളെ അടുപ്പിക്കുന്ന സാക്ഷ്യങ്ങളും വചനങ്ങളും ഇതെല്ലാം കേട്ട് ഓരോ മീറ്റിങ്ങുകളിലും നാം കേൾക്കുന്ന ഈ വചനം കേട്ട് നമ്മളിൽ ഏതെങ്കിലും നെഗറ്റീവ് പാർട്സ് ഉണ്ട്, നെഗറ്റീവ് വിഷയങ്ങളുണ്ടെങ്കിൽ അതിനെയെല്ലാം ഡിലീറ്റ് ചെയ്ത് കർത്താവെന്ന 100% കൊണ്ട് നമ്മളെ നിറയ്ക്കുവാൻ ആ സ്പിരിച്വാലിറ്റിയിലേക്ക് എത്തുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഇവരെ സഹായിക്കുമാറാകട്ടെ. വീണ്ടും സിബി ബ്രദർ പറഞ്ഞുകൊണ്ട് ഞാൻ ആ സാക്ഷ്യം പറയാനോട് ആഗ്രഹിക്കുന്നു. ഞാൻ നമ്മുടെ ഇവിടെ AG
അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ഒരു സൂം മീറ്റിംഗ് ഒരു ഒക്ടോബർ മുതൽ 24/7 നടന്നുകൊണ്ടിരിക്കുന്നു. അത് പല സെഷനുകളിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാടാറുണ്ട്, വർഷിപ്പ് ലീഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് കയറുന്ന ഒരു ദൈവദാസനുണ്ട്. അദ്ദേഹം നോർത്ത് ഇന്ത്യയെ ശുശ്രൂഷിക്കുന്നത്. അദ്ദേഹം പലപ്പോഴും പല രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും പല വീടുകളിലും നോർത്ത് ഇന്ത്യയിലെ വീടുകളിലൊക്കെ പോകുമ്പോഴും പുള്ളി ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ പുള്ളി ആ സൂം ഓൺ ചെയ്ത് വെച്ചിട്ട് എല്ലാവരുടെ അടുത്തും പറയും, എല്ലാവരും കൈ ഉയർത്തി ഈ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഇങ്ങനെ പറയുന്ന ഒരു രീതി അദ്ദേഹത്തിന്. അങ്ങനെ തന്നെ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ചർച്ചിൽ വന്നുകൊണ്ടിരുന്ന ഒരു ഫാമിലി ചില ദിവസങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ ചർച്ചിൽ വരാതായി. അതിനുശേഷം തനിക്കൊരു കോള് വന്നു. തൻ്റെ ഒരു മോനുണ്ട്, മകൻ 12 വയസ്സോ മറ്റോ ഉള്ള ഒരു മകനാണ്. ആ മകൻ ഒരു അസുഖബാധിതനായി വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു. ദൈവദാസൻ ദയവായിട്ട് പാസ്റ്റർ ജി ഒന്ന് വന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹം അവിടെ ചെന്നു. ആ ഹോസ്പിറ്റലിൽ ചെന്നതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ ഹെഡ്ഫോൺ എടുത്തിട്ട് ഈ കുഞ്ഞിൻ്റെ മേൽ കിടക്കുകയാണ്. ആ കുഞ്ഞ് ചില ദിവസങ്ങളായിട്ട് കുഞ്ഞ് എഴുന്നേറ്റിട്ടില്ല. കുഞ്ഞിൻ്റെ മേൽ വെച്ചു, ആ ഹെഡ്ഫോൺ എടുത്ത് വെച്ചെന്ന് പറഞ്ഞു. ആ സമയത്ത് വർഷിപ്പിൻ്റെ സമയമായിരുന്നു. വർഷിപ്പിൻ്റെ സമയത്തിൽ ദൈവാത്മാവ് വർഷിപ്പിൻ്റെ ഇടയ്ക്ക് ഓർപ്പിച്ച ചില വചനങ്ങൾ ഞാൻ പറഞ്ഞു. പാമ്പിനെയും തേളിനെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിനക്ക് അധികാരം നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞ നസ്രേന യേശുവിൻ്റെ നാമത്തിൽ ദൈവിക വിടുതൽ. ഞാൻ ഇദ്ദേഹത്തെയോ ഈ വ്യക്തിയോ ഒന്നും കാണുന്നില്ല. ഈ സൂമിൻ്റെ പ്ലാറ്റ്ഫോമിൽ അദ്ദേഹം കയറിയതോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ആ ആരാധന കഴിഞ്ഞതിന് ശേഷം ആ ദൈവദാസൻ പറയുക, ദിവസങ്ങളായി എഴുന്നേക്കാതെ ആ ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരുന്ന ആ കുഞ്ഞ് എഴുന്നേറ്റിരുന്ന് ബിസ്ക്കറ്റ് കഴിച്ച് ആ കുഞ്ഞിന് അവിടെ നിന്ന് വളരെ സൗഖ്യത്തോടെ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഡിസ്ചാർജ് ചെയ്യാൻ കർത്താവ് സഹായിച്ചെന്ന് പറഞ്ഞു. അതാണ് ആമേൻ ദൈവത്തിൻ്റെ പ്രവൃത്തി. നമ്മുടെ കഴിവോ നമ്മുടെ മിടുക്കുകൊണ്ടോ ഒന്നുമല്ല. ദൈവത്തിന് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ കർത്താവിൻ്റെ പ്രവൃത്തി. നമ്മുടെ ദൈവത്തിൻ്റെ വചനത്തിന് ശക്തിയുണ്ട്, ആരാധനയ്ക്ക് ശക്തിയുണ്ട്, പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും ചിന്തിക്കും, കർത്താവേ, ഞാൻ ഈ പല സ്ലോട്ടുകളിൽ വർഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നല്ലോ, ഇതൊക്കെ പ്രയോജനപ്പെടുന്നുണ്ടോ ആർക്കെങ്കിലും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കാറുണ്ട്. പക്ഷേ കർത്താവ് അതിന് ഇടയ്ക്കെങ്ങാണ് ഒരു എൻകറേജിങ് ആയിട്ട് ചില സാക്ഷ്യങ്ങൾ തരുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ ആമേൻ, നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ആരാധനയും നമ്മുടെ സാക്ഷ്യത്തിൽ ആമേൻ ദൈവത്തിൻ്റെ പ്രവൃത്തി മറ്റുള്ളവരുടെ ഇടയിലേക്ക് ആമേൻ നടത്തുവാൻ സർവ്വശക്തിയുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. അങ്ങനെയെങ്കിൽ ഒരു ഗാനം പാടി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ആമേൻ. കർത്താവിൻ സ്നേഹത്തിലെന്നും വസിച്ചിടാൻ വൻ കൃപയേകിടനെ, ഭിന്നത വിദ്വേഷം ഇല്ലാതെ ജീവിപ്പാൻ നൽവരം നൽകിയിടനെ. ഹല്ലേലൂയ. കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഭിന്നത വിദ്വേഷം, ഹല്ലേലൂയ, ആത്മാവിൻ്റെ ഫലം മാത്രമുള്ളവരായി ജഡത്തിൻ്റെ ഫലത്തിൽ ഹല്ലേലൂയ ആശ്രയിക്കാതെ, ഗലാത്യ ലേഖനത്തിൽ പൗലോസ് പറയുന്ന പോലെ അവൻ ജഡത്തിൻ്റെ അഭിലാഷം അവൻ ദൈവത്തോട് ശത്രുത്വമാകിയാൽ അവൻ അതിനെ മാറ്റിവെച്ചുകൊണ്ട് അവൻ കർത്താവിൻ്റെ സ്നേഹത്തിൽ വർദ്ധിച്ചു വന്ന് അവൻ ദൈവത്തിന് വേണ്ടി ശക്തമായി നിൽക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അല്പസമയം അവൻ കഴിയുന്നവരൊക്കെ ചേർന്ന് കരങ്ങളെ അടിച്ച് പാടി ഈ ഗാനം പാടി കർത്താവിനെ സ്തുതിക്കാം. കർത്താവിൻ സ്നേഹത്തിൽ എന്നും വസിച്ചിടാൻ വൻ കൃപയേകിടനെ. സിബി ബ്രദർ, ടൈം ഉണ്ടല്ലോ അല്ലേ? വർഷിപ്പ് ഉണ്ട്. ഓക്കെ, താങ്ക് യു. കർത്താവിൻ സ്നേഹത്തിൽ എന്നും വസിച്ചിടുവാൻ വൻ കൃപയേകിടണേ, ഭിന്നത വിദ്വേഷം ഇല്ലാതെ ജീവിപ്പാൻ നൽവരം നൽകിടണേ. കർത്താവിൻ സ്നേഹത്തിൽ എന്നും വസിച്ചിടുവാൻ വൻ കൃപയേകിടണേ, ഭിന്നത
വിദ്വേഷം ഇല്ലാതെ ജീവിക്കാൻ നൽവരം നൽകിടണേ. ലോകം പാപം പിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. ലോകം പാപം പിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. അങ്ങ് ചിറകിൻ മറവിലാണു ഞാൻ, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. അങ്ങ് ചിറകിൻ മറവിലാണു ഞാൻ, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. ഇന്നലെ മിന്നിയ ഉന്നത ശ്രേഷ്ഠന്മാർ അന്യരാണിന്നുമെന്നിൽ. ഇന്നലെ മിന്നിയ ഉന്നത ശ്രേഷ്ഠന്മാർ അന്യരാണിന്നുമെന്നിൽ. എന്നാലോ സാധു ഞാൻ സന്നിധി നിന്നതോ പൊന്നേശുവേ കൃപയാ. എന്നാലോ സാധു ഞാൻ സന്നിധി നിന്നതോ പൊന്നേശുവേ കൃപയാ. ലോകം പാപം പിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. ലോകം പാപം പിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. അങ്ങ് ചിറകിൻ മറവിലാണു ഞാൻ, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. അങ്ങ് ചിറകിൻ മറവിലാണു ഞാൻ, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. ഒന്നിക്കുമൊരു നാൾ സ്വർഗകൂടാരത്തിൽ ഒന്നിക്കും ഞാൻ അന്നാളിൽ. ഒന്നിക്കുമൊരു നാൾ സ്വർഗകൂടാരത്തിൽ ഒന്നിക്കും ഞാൻ അന്നാളിൽ. എന്നിനി പ്രിയന്റെ പൊന്മുഖം കാണും ഞാൻ, എന്നാശയേറിടുന്നേ. എന്നിനി പ്രിയന്റെ പൊന്മുഖം കാണും ഞാൻ, എന്നാശയേറിടുന്നേ. ലോകം പാപം പിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. ലോകം പാപം പിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. അങ്ങ് ചിറകിൻ മറവിലാണു ഞാൻ, വിശ്വാസം വർദ്ധിപ്പിക്കണേ. അങ്ങ് ചിറകിൻ മറവിലാണു ഞാൻ, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. നിർത്തിയതാണെന്നെ നിന്നതല്ല ഞാൻ, എത്ര സ്തുതിച്ചിടണം. നിർത്തിയതാണെന്നെ നിന്നതല്ല ഞാൻ, എത്ര സ്തുതിച്ചിടണം. നിന്ന പരിഹാസം വരെ സഹിച്ചു ഞാൻ, എത്ര നാൾ കാത്തിടണം. നിന്ന പരിഹാസം എത്ര സഹിച്ചു ഞാൻ, എത്ര നാൾ കാത്തിടണം. ലോകപാപം പിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. ലോകപാപം പിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. അങ്ങ് ചിറകിൻ മറവിലാണു ഞാൻ, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. അങ്ങ് ചിറകിൻ മറവിലാണു ഞാൻ, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. ഓ ലോകം പാപം പിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ. ഓ ശബലം ചില നിമിഷങ്ങൾ ഹല്ലേലൂയ അന്യഭാഷ അടയാളം പ്രാപിച്ചിട്ടുള്ളവർ ഒന്ന് കർത്താവിനെ ഒന്ന് സ്തുതിക്കാൻ പറ്റുമോ? ശകരം ധരതേ രഗരാധുരതേ രഗരക്ഷകരം ധരതേരാ. ഓ
ഓരിവരം ധലകാരകജാധുരധീരകലം ധരധാരകധീകരക്ഷകരം ധരധാര ഷാഗരഗസ്തിനി ഗക്ഷകരക്ഷകരൗധകലം ധീരകജാധുരധീരകജാഹം ധീരകജാ ഓരിവരം ധരധാരകജാധുരധീരകരക്ഷകരം ധരധീരകജാധുരധീരകരം ധീരകജാഹം ധാരകജാ അക്ഷപരം ധരധാരകജാധുരധീരകരക്ഷകലം ധരധീരകരം ധരകടകതുലം ധാരകജാ ഓ റബശബാലമദരഗടഗദലഗക്ഷാധുരധിരഗാഹക്ഷകരഗജഗധുരധീരഗജാഹം ഓ റബശബാലമദരഗടഗദലഗടഗദലഗടഗദലഗടഗദലഗടഗഹന്ദര ഓ റബസ്യാരമദരഗടഗദലഗടഗദലഗക്ഷമാലമദരഗടഗദലഗ അർദ്ധനാദരഗടഗദലഗക്ഷാന്ധുരാമനദാരഗദ്ധനേദരഗടഗഹന്തലേദരഗടഗഹന്ധനാഥന ഓ റമ ശിഖരമദന ശാന്തിരേ മനദാരഗസ്തന ഹന്തരാധരഗാരഗക്ഷമാലമധരേ റാന്ധാലഗസ്യാരമദരഗടഗദരഗടഗഹന്തരേ ഓ റാശഖലബസിഖരമദനഗടഗദരഗക്ഷാധാരഗദ്ധനേ. കർത്താവേ, അവിടുത്തെ ചിറകിന്റെ മറവിലാണ് ഞങ്ങൾ. ഹല്ലേലൂയ. അവിടുത്തെ ചിറകിന്റെ മറവിലാണ് ഞങ്ങൾ. ആമേൻ. ലോകം, പാപം, പിശാച് ഹല്ലേലൂയ ഞങ്ങളെ ഞെരുക്കിക്കളയുന്ന അനുഭവം ഉണ്ടെങ്കിലും ഹല്ലേലൂയ ഞങ്ങൾ തളരുന്നില്ല. ആമേൻ. കാരണം ഞങ്ങളെ ആമേൻ വിളിച്ച ദൈവം വിശ്വസ്തന. ഹല്ലേലൂയ. മരണത്തെയും പാതാളത്തെയും ആമേൻ ജയിച്ച ജയവീരനായ ഒരു കർത്താവിനെയാണ് ഞങ്ങൾ സേവിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഈ ദിവസങ്ങൾ നമ്മുടെ വിശ്വാസം വർദ്ധിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവിലുള്ള നമ്മുടെ ആശ്രയം വർദ്ധിക്കട്ടെ. ഓ കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. താങ്ക് യു, താങ്ക് യു. താങ്ക് യു ബിഷപ്പ്. ദൈവം തുടർന്നും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അനേകം വേദികളിൽ ദൈവത്തിന് വേണ്ടി പാടാൻ, ദൈവത്തെ ഉയർത്താൻ, അതുപോലെ വരും ദിവസങ്ങളിൽ ദൈവാത്മാവിൽ ശുശ്രൂഷകൾ ചെയ്യാൻ വർഷിപ്പിൻ്റെ മേഖലകളിൽ ദൈവം സഹായിക്കട്ടെ. ക്രൈസ്റ്റ് ഫെലോഷിപ്പിൻ്റെ പേരിലുള്ള നന്ദി ദേവദാസനോട് അറിയിക്കുന്നു. ഹല്ലേലൂയ. നമുക്കിന്ന് പാടിയതുപോലെ നമ്മുടെ ജീവിതം നമ്മൾ തന്നെ ശോധന ചെയ്യാം. ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസം എത്രത്തോളമാണ് ഇന്ന് ആയിരിക്കുന്നത്? ഹല്ലേലൂയ. ദേവദാസൻ പാടിയതുപോലെ നമ്മൾ രക്ഷിക്കപ്പെട്ടു, മാനസാന്തരപ്പെട്ടു, സ്നാനപ്പെട്ടു. എന്നാൽ ചിലപ്പോൾ 5 വർഷമായിരിക്കും, 6 വർഷമായിരിക്കും, 25 വർഷമായിരിക്കും. എന്നാൽ ഇന്ന് നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കാം. നമ്മുടെ വിശ്വാസം എത്രത്തോളം വളർന്നിരിക്കുന്നു? ഹല്ലേലൂയ. നമ്മൾ എത്രത്തോളമാണ് ദൈവത്തിൽ ആശ്രയിക്കുന്നത്? ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, ദുഃഖങ്ങൾ വരുമ്പോൾ നമ്മൾ ദൈവത്തോട് മറുതലിക്കാറുണ്ടോ? ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഒരു അപൂർവ കാര്യം സംഭവിച്ചു എന്ന് പോയി എന്ന് വെച്ച് നിങ്ങൾ ഭയപ്പെടരുത് എന്ന് ബൈബിൾ വ്യക്തമായിട്ട് പറയുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ള ചില കാര്യങ്ങൾ നമ്മളെ വളർത്താൻ, നമ്മളെ വിശുദ്ധീകരിക്കാൻ, നമ്മളെ നിത്യത്തിലേക്ക് നമ്മളെ ഒരുക്കാൻ, നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന എല്ലാ വിഷയത്തിനകത്തും നമ്മുടെ വിശ്വാസം എത്രത്തോളം വർദ്ധിച്ചിരിക്കുന്നു എന്ന് ഈ ദിവസങ്ങൾ നമ്മളെ തന്നെ പരിശോധിക്കാം. നമ്മുടെ ആശ്രയം ഇപ്പോഴും ക്രിസ്തുവിൽ തന്നെയാണോ? ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഈ ദിവസങ്ങൾ നമ്മളെ നടത്തുവാൻ വേണ്ടി പോകുന്നത് ഹല്ലേലൂയ ഒരു മനുഷ്യന്റെ ഹിതപ്രകാരമല്ല പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ഹിതപ്രകാരമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. ഹല്ലേലൂയ. നമ്മുടെ ആഗ്രഹങ്ങളല്ല ദൈവത്തിൻ്റെ ആഗ്രഹങ്ങൾ, നമ്മുടെ വഴികളല്ല ദൈവത്തിൻ്റെ വഴികൾ. ഹല്ലേലൂയ. നമ്മൾ ഈ മീറ്റിംഗിൽ നിന്നായിരിക്കുമ്പോൾ നമുക്ക് ഇന്ന് പകൽക്കാലം, രാത്രികാലം നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴങ്ങൾ, ഹല്ലേലൂയ, വിശ്വാസത്തിൽ കർത്താവെ നങ്കൂരമിട്ട് എന്തു വന്നാലും ക്രിസ്തുവിനെ വിട്ട് പിന്മാറത്തില്ല എന്നുള്ളൊരു ഉറച്ച തീരുമാനം, ആ തീരുമാനത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവിനോട് ചേർന്നുള്ളൊരു യാത്രയാണ് ക്രിസ്തീയ ജീവിതം. ഹല്ലേലൂയ. ലോകക്കാർ നമ്മളെ പഴിച്ചെന്നിരിക്കാം, നാട്ടുകാരും വീട്ടുകാരും എല്ലാം നമ്മളെ വിടക്കുന്ന എണ്ണിയെന്നിരിക്കാം. എന്നാൽ അതല്ല ഇവിടെ വിഷയം പ്രിയമുള്ളവരെ. ഇവിടെ വിഷയം ദൈവവുമായിട്ടുള്ള വിശ്വാസ ജീവിതത്തിൽ നമ്മൾ എത്രത്തോളം വളർന്നിരിക്കുന്നു എന്നുള്ളതാണ്. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഹല്ലേലൂയ. നമ്മളിനി ജീവിക്കാൻ വേണ്ടി പോകുന്നത് വിശ്വാസത്തിലാണ്. നമ്മൾ കാണാതെ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ വിശ്വാസ കർത്താവിൻ്റെ ആ വിശ്വാസ യാത്ര നമ്മളായിരിക്കുമ്പോൾ നിത്യത്തിലേക്ക് പോകുവാൻ ദൈവം നമ്മളെ സഹായിക്കപ്പെടുമാറാകട്ടെ. വരും ദിവസങ്ങളിൽ ദൈവദാസൻ പാടിയതുപോലെ
സ്വർഗീയ കൂടാരത്തിൽ വെച്ച് മീറ്റ് ചെയ്യുവാൻ, നമുക്ക് സംഗമിക്കുവാൻ തക്കവണ്ണം എല്ലാവരും ദൈവം വഴിനടത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അടുത്ത സമയം ഞാൻ 5 മിനിറ്റ് തോട്ട് ഷെയറിംഗ് ആണ്. അത് നമ്മുടെ ആശാ സിസ്റ്ററാണ് ആയിരിക്കും അത് പറയുന്നത്. ആശാ സിസ്റ്റർ പറയുവാണെങ്കിൽ, ഹൈദരാബാദിൻ്റെ പ്രദേശത്ത് ആശാ സിസ്റ്റർ ഹസ്ബൻഡ് പാസ്റ്റർ ഷിബിൻ അവരൊരുമിച്ച് കർത്താവിൻ്റെ വേലയിൽ